പുരുഷന്റെ കണ്ണിനെയും സ്ത്രീകളുടെ വസ്ത്രത്തെയും ഒരു മിതത്വത്തിൽ കൊണ്ടു നടന്നാൽ അതുകൊണ്ട് സമൂഹത്തിനുണ്ടാവുന്ന ഗുണങ്ങളും, നേരെ മറിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ കണ്ണിനെയും വസ്ത്രത്തെയും അഴിച്ചുവിട്ടാൽ സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടു നോക്കൂ. ആണിന്റെ കണ്ണിന് മിതത്വം വേണം, പെൺകുട്ടിയുടെ വസ്ത്രത്തിന് മിതത്വം വേണമെന്നാണ് ഖുറാനിൽ ഒരു വരി തന്നെയുണ്ട്. അതായത് ആദ്യം വേണ്ടത് ആണിന്റെ കണ്ണിന്റെ മിതത്വമാണ്, അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിന്റെയും മറ്റു മിതത്വമാണ്. രണ്ടാമത് മാത്രം മതി പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റേതാണ്. അപ്പോൾ ഈ സ്ത്രീ പുരുഷ ലൈംഗികതകളിൽ വലിയ വ്യത്യാസം, വലിയൊരു റിയാലിറ്റിയാണ്. ആൺ പെൺ പോൺ കൺസംഷൻ, ആൺ പെൺ ഇറോട്ടിക്ക കൺസംഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ സ്റ്റിമുലേറ്റ് രീതി, ബ്രെയിനിലെ എത്ര ഏരിയയാണ് ഡെഡിക്കേറ്റഡ് സെക്ഷുവാലിറ്റി, ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിളിലോ ചാറ്റ്ജിപിടിയിലോ അടിച്ച് റിസർച്ച് പേപ്പർ അടക്കം കിട്ടും. ഈ ഒരു റിയാലിറ്റി കൂടി നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കണം. ഈ റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത സുഹൃത്ത്, നിങ്ങളുടെ ആൺ സുഹൃത്ത് നിങ്ങളുടെ നല്ല സുഹൃത്തല്ല. ഇതെല്ലാം ഒരു യാന്ത്രികമാണ്. നീ ഏത് ഡ്രസ് ഇട്ടാലും ഞാൻ വേറൊരു രീതിയിൽ നിന്നെ നോക്കില്ല എന്നൊരു നിമിഷം പറയുകയാണെങ്കിൽ ഓർത്തു വെച്ചോളാം, കള്ളന്.